ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണോ? എന്നാൽ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി വളരെയധികം ഇഷ്ടപ്പെടും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചിക്കൻ 65 എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 1/2 കിലോ ചിക്കൻ വാങ്ങി ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർ വളരെ ഹാപ്പി ആയിട്ട് ഒരു പിടിച്ചോറ് അധികം കഴിച്ചിട്ട് പോകും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ 65 ഒരുപാട് വിധത്തിലുണ്ടാക്കും. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ചിക്കൻ 65 ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. എന്നാൽ പിന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ 1/2 കിലോ ചിക്കൻ ബോൺലെസ് എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ, കുറച്ച് കറിവേപ്പില, 1/3 കപ്പ് തൈര് ചേർത്ത് നല്ലതുപോലെ ചിക്കനെ കോട്ട് ചെയ്യാം. നമ്മളിതിൽ വേറെ സ്പെഷ്യലായിട്ട് ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകളാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇതിൽ 1/2 മുറി നാരങ്ങയുടെ നീര് ചേർക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും വെക്കാം. അതിലും കൂടുതൽ നേരം വെച്ചാൽ ചിക്കൻ 65ക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരും. അഥവാ പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. 1 മണിക്കൂറിന് ശേഷം ഇതിൽ ഒരു 2-2.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, ഒരു അടിച്ച മുട്ട ആദ്യം നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കി കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒരുപാട് കട്ടി കൂടി അല്ലെ വളരെ കട്ടി കുറഞ്ഞ് ഇരിക്കാൻ പാടില്ല. ഇതിന് കുറച്ച് കട്ടി കൂടുതൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കി മുട്ടയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ചിക്കനെ ഇതിലേക്ക് കോട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു കടായിൽ എണ്ണ ചൂടാക്കി കൊടുക്കാം. അതിലേക്ക് ഓരോ ചിക്കൻ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആയിരിക്കണം. അല്ലെങ്കിൽ ചിക്കൻ പുറത്തു നിന്ന് നല്ല ക്രിസ്പായിട്ടുണ്ടാകും, പക്ഷേ ഉള്ളിൽ നിന്നും വെന്തിട്ടുണ്ടാകില്ല. ചിക്കൻ ഒരുപാട് ഓവർ ക്രൗഡഡ് ആയിട്ട് ഇടാതെ നമ്മൾ കുറച്ചായിട്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. എത്ര ബ്യൂട്ടിഫുൾ കളറാണ്! ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? എന്നാൽ പിന്നെ എന്തിനാ താമസിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒരു 1/2 കിലോ ചിക്കൻ വാങ്ങിക്കൂ. ഇങ്ങനെ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. ചിക്കൻ നല്ലതുപോലെ ക്രിസ്പായിട്ടുണ്ട്. ഇതിലേക്ക് കീറി മുറിച്ച പച്ചമുളക് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിടുമ്പം തന്നെ നല്ല മണമായിരിക്കും കിട്ടുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ ആവശ്യത്തിന് കീറി മുറിച്ച ഈ മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അതാണ് ഈ ചിക്കൻ 65ക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റും കൊടുക്കുന്നത്. കണ്ടാൽ തന്നെ കൊതി വരുന്ന ചിക്കൻ 65 റെഡിയായി കഴിഞ്ഞു. എന്നാൽ നിങ്ങളും ഇന്ന് ചിക്കൻ വാങ്ങിയിട്ട് ചെയ്തു നോക്കണം. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. എന്നിട്ട് മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, എൻകറേജ് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.